അപ്പോൾ ഹലോ എവരിവൺ, അടുത്തൊരു വീഡിയോയും കൂടി ഇടുകയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ചാനൽ എന്തിനാണെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ എന്തായിത്തരുമെന്നോ ഒന്നും അറിയില്ല. ഈ ചാനൽ തുടങ്ങിയ വിവരം ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിനൊന്നും അറിയില്ല. കിടക്കട്ടെ, അങ്ങനെ ഇപ്പോഴേലും ചിലപ്പം അവരെങ്ങനെയും കണ്ട് ചിലപ്പോൾ അവർ ഏതെങ്കിലും വഴിയാൽ അറിയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടി. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞു, നല്ല രസമുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ. ഓക്കെ, ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 10 വർഷം കഴിഞ്ഞ് കേരളത്തിലെ ആൾക്കാർ ഒരു നല്ല കാര്യം ചെയ്തു. ഗുണ്ടാ പാർട്ടിയെ എടുത്ത് വെളിയിൽ കളഞ്ഞു. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. കമ്മ്യൂണിസ്റ്റുകാരെ എടുത്ത് വെളിയിൽ കളഞ്ഞു, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ പിടിയിൽ നിന്നും കേരളം രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോ മുഖ്യമന്ത്രി ഏതോ തവളപത്രം ഇറക്കിയെന്നൊക്കെ കേൾക്കുന്നു. നന്നായ കേരളത്തിലുള്ളവർക്ക് കൊള്ളാം അത്. പക്ഷേ എനിക്ക് ഒരു സംശയം, അത് എത്ര കണ്ടവരത് ഈ സോഷ്യലിസ്റ്റ് ഈ ചിന്താഗതിയിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടോന്ന് എനിക്ക് എത്ര കോൺഫിഡൻസ് ഇല്ല. ഒരു എക്സാമ്പിൾ പറയാന്, ഇപ്പോ നമ്മൾ റീൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്റെ ഫീൽഡില് ഞാൻ കാണുന്നത് ഈ കേരളത്തിലെ കാർ മോഡിഫിക്കേഷൻ, ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിക്കുന്ന, ഏത് സ്റ്റേറ്റുകാരും അംഗീകരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ കാർ മോഡിഫിക്കേഷൻ ചെയ്യുന്ന പോലെ മറ്റൊരു സ്ഥലത്തും ആ ഒരു ടേസ്റ്റിലോ ആ ഒരു ക്ലാസ്സിലോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പണ്ട് മുതലേ ഇവിടെ ബാംഗ്ലൂരിൽ ജീവിച്ചിട്ട് ഞാനിവിടെ കാണുന്ന ഒരു പേക്കോലങ്ങൾ കാണും കാറിൽ. കേരളത്തിൽ പോയാൽ ആ ഒരു ഡിഫറൻസ് അറിയാം. പഴയ ഒരു വണ്ടിയാണെങ്കിലും ആ ഒരു കൊണ്ടു നടക്കുന്ന രീതിയിലും പിന്നെ അവർ ആ കാർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു സംഗതിയിൽ കേരളത്തിലുള്ള ഒരു മുൻപന്തി തന്നെയാണ്. അപ്പോൾ കേരളത്തിലൊരു വയബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർ മോഡിഫിക്കേഷൻസ് ആയിരിക്കും. ഈ കൊച്ചിയിലൊക്കെ ഉള്ള ചില ഗാരാജസ് ഇവിടെ പോലും പേര് കേട്ടതാണ്, ബാംഗ്ലൂരിൽ പോലും. ബോംബെയിൽ നിന്ന് പോലും എനിക്ക് തോന്നുന്നു ആൾക്കാർ വന്നൊക്കെ അവിടെ മോഡിഫൈ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഈ കാർ മോഡിഫിക്കേഷൻസ്, കാർ ട്യൂണിങ്ങിലൊക്കെ ആണെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നത്. അതിന് പോലും ഒരു എൻകറേജ് ചെയ്യാതെ, ആക്ച്വലി ഡിസ്കറേജ് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇറക്കിയത്. സപ്പോസ് കേരളത്തിലെ ആ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ട്രൈവ് ചെയ്യാൻ, ഒന്ന് വളരാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആ ഒരു ടെൻഡൻസി കുറച്ചെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കുറയ്ക്കാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതിന് പോലും ആ ഗവൺമെന്റ് ഒരു മുൻകൈ എടുത്ത് ആ ഒരു പോളിസിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല. ആ പഴയ ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് കയറിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നല്ലത്. എനിക്ക് നിങ്ങളോട് ആക്ച്വലി ചില ഒരു ഫുട്ടേജ് എടുത്തിട്ട് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. അത് ഇവിടെ ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനമാണ്. അത് കേരളത്തിലുള്ളവർക്കൊക്കെ ആ ഒരു കമ്പനിയുടെ ലോഗോ കണ്ട പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഒരു ചില ആംഗിളൊക്കെ എടുത്തിട്ട് അതിനെപ്പറ്റി ഒന്ന് പറയണമെന്നുണ്ട്. മേ ബി ഒരു സമയം കിട്ടിയാൽ അല്ലെങ്കിൽ പറ്റിയാൽ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. ഈ ചാനൽ തുടങ്ങാനുള്ള ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. ബട്ട് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ആംഗിൾ, ഒരു ട്രജക്ടറി എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് ഇവിടെ ബാംഗ്ലൂരിൽ അങ്ങനെ എന്റെ വീടാണെന്ന് പറയാനുള്ളതൊന്നും, അല്ലെങ്കിൽ ഇത് എന്റെ നാടാണെന്ന് പറയാനുള്ളതൊന്നും
ഇവിടെ ഇല്ല. ബന്ധങ്ങളല്ലാതെ എന്നെ ഇവിടേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒന്നും തന്നെ എനിക്കില്ല. അത് മനസ്സിലുള്ള ഒരു വിടവ് പോലെ പണ്ട് മുതലേ ഉണ്ട്. എന്തോ ഒരു മിസ്സിങ് പണ്ട് മുതലേ എൻ്റെ ജീവിതത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ താമസിക്കാനും വളരാനും ഉള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഞാൻ ജനിച്ച നാട്ടിൽ. ഇവിടുത്തെ ഭാഷ ഞാൻ സംസാരിക്കും, ഇവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ഞാൻ ഇടപഴകും. എന്നാലും ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഇവിടുത്തെ ഈ നാട്ടിനോടില്ല. പക്ഷെ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? ആ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോ എന്റെ മനസ്സിൽ. അപ്പൊ അതിനോട് ഏറ്റവും ദേഷ്യം തോന്നുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തെ നശിപ്പിച്ച് നാറണക്കല്ലാക്കി അവിടുത്തെ ആളുകളെ അവിടുന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു കൂട്ടർ. അപ്പൊ അവര് കാരണമാണ് എന്റെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ആവാനുള്ളൊരവസ്ഥ എന്നുള്ളൊരു തോന്നൽ. അപ്പൊ മേ ബി ഇടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ചും സംസാരിക്കും. അത് മേ ബി ഇത് എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള എനിക്ക് തന്നെ ഉള്ളൊരു തെറാപ്പി പോലെ ഞാൻ കാണുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു കാലത്ത് ഇനിയും ഉള്ള ബാക്കിയുള്ള ജീവിതം എപ്പോഴേലും കുറച്ച് നാളെങ്കിലും നാട്ടിൽ വന്ന് സ്വന്തം നാടെന്ന് ഞാൻ കാണുന്ന കേരളത്തിന്റെ ഒരു കോണിൽ എനിക്ക് ജീവിക്കണമെന്നുണ്ട്. ഇപ്പൊ എനിക്ക് ചെറിയൊരു അസൂയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് അവന്റെ ഭാര്യ വീട് കേരളത്തിലെ ഒരു ജില്ലയിലാണ്. അപ്പൊ അവിടെ തന്നെ കുറച്ച് സ്ഥലം അവൻ മേടിക്കാൻ പോകുന്നു. അവന്റെ ജീവിതം അങ്ങോട്ട് മാറ്റി നടാൻ ഉള്ള പുറപ്പാടിലാണ്. അപ്പൊ അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അസൂയുണ്ട്. അവനെ കൊണ്ട് പോകുന്നു. അവനിവിടെ ജോലി ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനത്തെ ഒരു ജോലിയിലാണ് അവൻ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അസൂയ. എന്തുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല? കേരളത്തിലെ ആൾക്കാർ ഇനിയും മനസ്സ് വെച്ച് ഈ ഗുണ്ടാ പാർട്ടി ഒരിക്കലും ഇനിയും അവര് പവറിൽ ഏറ്റാതിരുന്ന് മാറ്റി ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറും. ഈ HDIയും കുന്തവും കൊണ്ടൊന്നും അധികം കാലം മുമ്പോട്ട് എനിക്ക് തോന്നുന്നില്ല പോകാൻ പറ്റുന്നു. പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ GST സെൻട്രിൽ നിന്ന് എരന്ന് മേടിക്കാതെ അവിടുന്ന് തന്നെ ഉൽപ്പാദിച്ചെടുക്കണം. കേരളത്തിലെ ടാക്സേഷൻ വർദ്ധിപ്പിച്ചിട്ട് അവിടെ അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മേ ബി കേരളം നന്നാവും. അപ്പോൾ എപ്പോഴേലും ഒരു കാലത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടെ വന്ന് താമസിച്ച് ഒരു ജോലിയോ കച്ചവടമോ ചെയ്ത് അവിടെ ജീവിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഒരാഗ്രഹം ഞാനിപ്പോൾ ഇതവിടെ പറയുന്നു. അപ്പോൾ ഇതൊരു നോട്ടീസായിട്ട് ഞാൻ എന്നെ തന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇത് കാണും. അപ്പോൾ അവിടെ കേരളത്തിലായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. താമസം മാറുന്നതും ജോലിയും കാര്യങ്ങളും അങ്ങനെ ഒരു പ്രതീക്ഷ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എനിക്ക് ഈ വീഡിയോ കണ്ണിൽ പിടിക്കുന്നില്ല, കണ്ണാടിയില്ലത്. പക്ഷെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അവർ ഗ്ലെയർ അടിക്കുന്നു. ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് വീണ്ടും ഒരു ഗുഡ് ബൈ. പിന്നെ കാണാം.